ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഈസി സ്നാക്സ് ആട്ടോ. വൈകുന്നേരമൊക്കെ കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സ്നാക്സ് ആണ്. നമ്മൾ കപ്പ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വെറും 2 ചേരുവകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ നമ്മൾ പുഴുങ്ങിയ കപ്പയാണ് ഉപയോഗിക്കുന്നത്. രാവിലെയൊക്കെ നമ്മൾ പുഴുങ്ങിയ ചിലപ്പോൾ ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ കപ്പ കൊണ്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ 1 കിലോ കപ്പ പൂള പുഴുങ്ങിയെടുത്താണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അധികം വെന്തിയില്ല, എന്നാൽ വെന്തിട്ടാണ് ഇതാ. അങ്ങനെ ചില കപ്പ അരിഞ്ഞു പോകില്ല, അതുപോലെ ആയില്ല. അപ്പോൾ നിങ്ങൾ രാവിലെ ഒക്കെ പുഴുങ്ങിയ കപ്പ ബാക്കി ഉണ്ടെങ്കിൽ ഉച്ചക്കേശം വൈകുന്നേരമൊക്കെ ഇങ്ങനെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലോണം വെന്തതല്ലേ നല്ലത്? അല്ല കേട്ടോ, വേവും ഇതിൽ വെള്ളം കൂടും. ഇതിലാകുമ്പോൾ ഇപ്പം വെള്ളമല്ല, കണ്ടോ, നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ശരിയാവില്ല. ഓക്കെ, ഇതിന് ഞാൻ നന്നായി ഒന്ന് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കട്ടെ കേട്ടോ. നല്ലോണം ഉടയണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ഉള്ളതിന് കുഴപ്പമില്ല. ഓക്കെ, ഇതുണ്ട് ഞാൻ നന്നായി ഉണ്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലതായി കിട്ടും. ഒത്തിരി ഒന്ന് ഇതാക്കി നമ്മൾ പൊടിയുള്ള കപ്പല്ലേ അതെടുത്താൽ മതി, അപ്പോൾ പെട്ടെന്നായിട്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഇത് 1 കിലോ പൂളൻ്റെ കേട്ടോ ഞാൻ പറയുന്നത്. ഒരു 3 പീസ് ബ്രെഡ് ഉണ്ട്. എന്താ 3 പീസ് നോർമൽ ബ്രെഡ്. ഇത് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്രെഡ് ഈ വെള്ളത്തിൽ മുക്കുന്നു. എന്നിട്ട് ഈ വെള്ളം പിഴിയാതെ ബ്രെഡും വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഈ 3 ബ്രെഡും ചേർക്കുകയാണേ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യും, കൂട്ടി കുഴയ്ക്കണം. കണ്ടോ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡ് ഇല്ലേ, അതുകൂടെ ചേർക്കുക. അത് ഓപ്ഷനലാണ്, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇട്ടാലും മതി. ഇത് പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു നല്ല എരിവുള്ള ഒരു ചട്ടിനി ഉണ്ടാക്കുന്നുണ്ട്, ഒരു ചമ്മന്തി. അതുകൊണ്ട് ഞാൻ ഇതിൽ എരിവിനൊന്നും ഇടുന്നില്ല. നിങ്ങളിപ്പോൾ ചമ്മന്തി ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി നമ്മളെ വറ്റൽമുളക് ചതച്ചതില്ലേ, അത് ഈ ജീരകം ഇട്ട പോലെ ഇത്തിരി കൂട്ടി കൊടുത്താൽ അതിട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇതിൻ്റെ കൂടെ കുഴച്ചെടുത്താൽ ആ ഒരു എരിവ് കൂടെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവില്ലാണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ വറ്റൽമുളകും ഉള്ളൊരു ചമ്മന്തി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതാ കയ്യിൽ ഇത്തിരി എണ്ണ തടവിക്കുക. എണ്ണ ആണെങ്കിൽ കുഴപ്പമില്ല, വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ബോള് പോലെ ആക്കിയിട്ട് ഇതാ ഈ ഒരു വലുപ്പം മതിയാവും. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് ഒന്ന് കട്ടി വേണം കേട്ടോ, അല്ലേ ഇത് കറക്റ്റ് ശരിയാവില്ല. കണ്ടോ, നിങ്ങൾക്ക് ഇതിനി ഒരുമിച്ച് പരത്തിയിട്ട് ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് കട്ട് ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി എങ്കിൽ അതും ചെയ്യാം. എനിക്ക് ഒന്നുകൂടി ഈസി ഇതാ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, ഈ ഒരു കട്ടി വേണേ. കണ്ടോ, നമ്മൾ പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ആ ഒരു കട്ടിയിൽ. ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. ഞാനൊരു സെറ്റ് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ അതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാ ഇതിന് നമ്മൾ എണ്ണയിലെടുത്തിട്ട് പൊരിച്ചെടുക്കും. ഓക്കെ, നമ്മൾ പഴംപൊരിക്കൊക്കെ പൊരിക്കൂലേ, നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച്, എന്നാൽ അധികം വേണ്ട, മുങ്ങി പൊരിയും വേണ്ട, ആ ഒരു രീതിയിൽ പൊരിച്ചെടുക്കും. ഓക്കെ, ഇനി ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. ഇനി ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറാവുന്ന വരെ പൊരിച്ചെടുക്കണം കേട്ടോ. നമുക്കിതാ ഒന്ന് മറിച്ചിട്ടെടുക്കേ. ചെറുതായിട്ടൊന്ന് കളറ് മാറിയുണ്ട്, ഒന്ന് മറിച്ചിട്ടെടുക്കാം. നിങ്ങൾ ഇതിലെന്താണെന്നറിയാം, വെള്ളം കൂടി പോയരുത് കേട്ടോ. ആ ബ്രെഡ് ഞാനിപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്ത്. വലിയ സ്ലൈസ് ബ്രെഡാണ് 2 എണ്ണം മതിയാവും കേട്ടോ. ബ്രെഡിലും തോനെ നേരം കുതിർത്തെക്കരുത്. വെള്ളം കൂടിയാൽ ഒന്നായിട്ട് പൊടിഞ്ഞിട്ട് എണ്ണയിലേക്ക് പോരും. ഓക്കെ, ഇതാ നമ്മളിതായിട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ല, വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ 2 ബ്രെഡും കപ്പയും അത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇതെയും ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ കപ്പ സ്നാക്സ് ഇവിടെ റെഡി ആട്ടോ. ഇത് കട്ടൻ ചായൻ്റെ കൂടെ ഇത്
കിഡു ടേസ്റ്റ് ആട്ടോ. ഇത് നിങ്ങൾ എന്താ നമ്മൾ ഇതിൻ്റെ മുകളിൽ കോട്ടിങ് ഒന്നും കൊടുക്കുന്നില്ല, കോൺഫ്ലവറോ ഒന്നും ബ്രെഡ് ക്രംസ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തീ കുറഞ്ഞു പോവാതെ നോക്കണേ. കണ്ടോ, ഫസ്റ്റ് ഞാൻ ഇട്ടപ്പോൾ ഇത്തിരി തീ കുറവായിരുന്നു, അതുകൊണ്ട് ആയത് കണ്ടോ പൊട്ടിപ്പോവാനുള്ള ശ്രമം നടത്തി. അധികം പൊട്ടിയിട്ടില്ല, അങ്ങനെ പൊട്ടിപ്പോവും ഒന്നുമില്ലാത്തതുകൊണ്ട്. പക്ഷേ പിന്നെ ഉള്ള കണ്ടോ തീ കൂടിയുള്ളപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് രണ്ടും. ഓക്കെ, ഇത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 10-18ഓളം ചെറിയുള്ളിയും ഒരു 5-6 വറ്റൽമുളകും ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൈ പാനിൽ ഒന്നും ഇടാണ്ട് ചുട്ടെടുത്താൽ നിങ്ങൾക്ക് പപ്പടക്കോൽമ കുത്തിയിട്ട് തീയിൽ കാണിക്കുക, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇവിടെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, നോർമലാണെങ്കിൽ കുറച്ചാൽ മതി, ഇട്ടിട്ട് ഞാൻ നമ്മൾ പൊടിക്കുന്ന മിക്സിയിൽ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുകയാണേ. ഉപ്പും ചേർത്തിനും ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണ് പച്ചവെളിച്ചെണ്ണ അതുകൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അപ്പോൾ ആ ഒരു ഇതൊക്കെ എരിവിൻ്റെ കുത്തലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും. അപ്പോൾ ഇത് റെഡിയായി. ഇവിടെ നമ്മുടെ ചമ്മന്തിയും ഇവിടെ ഇതാ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡിയാണ്. അപ്പം ഇത് രണ്ടും കട്ടൻ ചായൻ്റെ കൂടെ കിടു കോമ്പിനേഷനാട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.